ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടമൊക്കെ കോമഡി അല്ലേ? നമ്മളെ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടേനും, അത് നമ്മളിപ്പം മറന്നു തോന്നും മലയാളികള്. ഇപ്പൊ തന്നെ പവർ കട്ടാണ്. ഇപ്പൊ 10 കൊല്ലം ഇവര് പറഞ്ഞില്ല ഇപ്പൊ പവർ കട്ടില്ലാന്ന്. ഇപ്പൊ പവർ കട്ട് നിങ്ങൾ ഒന്ന് കേക്കിട്ടൊന്ന് പോയി നോക്ക്. ഒരു എഴുതിയതാണ് നിങ്ങൾ കേക്കിട്ട് അവിടെ ഇപ്പൊ ഒരു എഴുതിയതാണ് 10 വർഷം പവർ കട്ട് ഇല്ലാന്നാണ്. ഇന്നലെ രാത്രി 1.5 മണിക്കൂർ പോയിന്, മെനാന്ന് 4 മണിക്ക് പുലച്ചേക്ക് പോയിന്. എന്നിട്ട് 8 മണിക്ക് 9 മണിക്കാണ് പകല് വരുന്നത്. ആ പിണറായി മരിച്ചപ്പോൾ നല്ലതേനി പാവപ്പെട്ടവർക്കൊക്കെ. ഒന്നും പ്രതീക്ഷിക്കാൻ അത് പെൻഷൻ പിണറായി 1600 2000 ആക്കി. ഇനിയിപ്പോൾ 3000 UDF കയറിയാൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ UDF വോട്ടും ചെയ്യും. അതേമാതിരി തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുക കയറിപ്പോവും. വേണ്ട കയറിപ്പോവും. UDF വരും. വികസനം പറഞ്ഞിട്ടല്ലേ വോട്ട് പിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ പിണറായി എന്തായാലും വരും. 10 വർഷത്തെ ഭരണം ഇപ്പോൾ നമുക്ക് കാണാലോ. വികസനം തന്നെയല്ലേ, ഈ റോഡിൻ്റെ ആയാലും പിന്നെ വിദ്യാഭ്യാസം ആയാലും മികച്ച ഭരണമല്ലേ. വിദ്യാഭ്യാസമാണെങ്കിൽ സ്കൂളുകളെ തന്നെ നോക്കിയാൽ മതി. വേറെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പിന്നെ നമ്മൾ വയനാടിൻ്റെ കാര്യം പ്രത്യേകം പറയാം. ചില ആൾക്കാർക്ക് എന്താ ഫണ്ടിൻ്റെ കണക്കുകളൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വീടുകൾ സർക്കാർ വെച്ചിട്ട് അവർ താമസിച്ച് കഴിഞ്ഞ്, അപ്പോൾ അത് തന്നെയാണ് നമ്മളെ റിസൾട്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് അതാണ്. പിണറായി ഭരിക്കുമ്പോൾ നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒന്നും കിട്ടുന്നുമില്ല. ഭയങ്കര ഇതായിപ്പോയി. പാവപ്പെട്ടവരൊക്കെ ഒരു ഭക്ഷണമൊക്കെ എന്തും ആ പിണറായി മരിച്ചപ്പോൾ നല്ലതേനി പാവപ്പെട്ടവർക്കൊക്കെ. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഒരു അരിയൊന്നും റേഷൻ പിടിയെന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കാൻ അത് ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടമൊക്കെ കോമഡി അല്ലേ? നമ്മളെ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടേനും, അത് നമ്മളിപ്പം മറന്നു തോന്നും മലയാളികള്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയെ വരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടിയൊക്കെ കോമഡി അല്ലേ പറയുമ്പം. എന്താ ഉമ്മൻചാണ്ടി ഭയങ്കര സൗമ്യമായി പെരുമാറുന്നു. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ വേണ്ടത്. നമുക്ക് സൗമ്യതയും അങ്ങനെയുള്ളതല്ല, നമുക്ക് കാര്യം നടക്കണം. ഇപ്പൊ തന്നെ പവർ കട്ടാണ്. ഇപ്പൊ 10 കൊല്ലം ഇവര് പറഞ്ഞില്ല ഇപ്പൊ പവർ കട്ടില്ലാന്ന്. ഇപ്പൊ പവർ കട്ട് നിങ്ങൾ ഒന്ന് കേക്കിട്ടൊന്ന് പോയി നോക്ക്. ബീച്ചിലല്ല, ബീച്ച് ഇതാറും ഇതിന്റെ കേക്ക് വാസം നിങ്ങളൊന്ന് അന്വേഷിച്ചില്ലേ. ഒരു എഴുതിയതാണ് നിങ്ങൾ കേക്കിട്ട് അവിടെ ഇപ്പൊ ഒരു എഴുതിയതാണ് 10 വർഷം പവർ കട്ട് ഇല്ലാന്നാണ്. ഇന്നലെ രാത്രി 1.5 മണിക്കൂർ പോയിന്, മെനാന്ന് 4 മണിക്ക് പുലച്ചേക്ക് പോയിന്. എന്നിട്ട് 8 മണിക്ക് 9 മണിക്കാണ് പകല് വരുന്നത്. അപ്പോൾ അവിടെയാണ് പവർ കട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ തുടർച്ച പറഞ്ഞാന്ന് പറഞ്ഞാൽ നല്ല പറഞ്ഞായിട്ടല്ല നിങ്ങളിപ്പോൾ ചോദിച്ചേ. അപ്പോൾ അല്ല അപ്പോൾ വരണോ ഇനി? ആ അതേമാതിരി തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുക കയറിപ്പോവും. വേണ്ട കയറിപ്പോവും. അതൊരു പിന്നെ കാര്യമില്ല. UDF വരും. ഓ സംശയമില്ല, ഒരു തർക്കമില്ല. മുഖ്യമന്ത്രി VD സതീശൻ. പോരാ, അഭിപ്രായ വ്യത്യാസം. മൂന്നാമത് വരാൻ ചാൻസ് ഇല്ലല്ലോ. എന്തൊക്കെ പറയുന്നത്? ഒരു മുഖ്യമന്ത്രി പറയുന്ന വർത്താനമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ. അതിലതാ പറഞ്ഞാൽ കൂടി പോയി നമുക്ക് അവിടെ ചേർത്താം. ശരി. ഇനിയിപ്പോൾ നമ്മളെ പെൻഷനുമാണ്. ഇനിയിപ്പോൾ 3000 രൂപ പോലും തരുമെന്നാണ് പറഞ്ഞത്. 3000 കിട്ടിയ 3000 പെൻഷൻ പിണറായി 1600 2000 ആക്കി. ഇനിയിപ്പോൾ 3000 UDF കയറിയാൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ UDF വോട്ടും ചെയ്യും. നമുക്ക് പെൻഷൻ കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ആവശ്യം പെൻഷനാണ്. പണിയൊന്നുമില്ല, നമുക്ക് പണിക്കൊന്നും പോക്കില്ല നമ്മൾ. അപ്പോൾ അതിനെക്കൊണ്ട് പറ്റുന്നുള്ളതാണ് UDF പറ്റുന്നതാണ്.